ഒരു അടിപൊളി വീക്കെൻഡ് ഇതേ ഇവിടെ വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ചോറും ബീൻസും ക്യാരറ്റും ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പെട്ടെന്ന് ബിരിയാണി കഴിക്കാൻ ചെറിയൊരാഗ്രഹം. ഞാൻ ഒട്ടും ഒരു ബിരിയാണി ഫാനല്ല, പക്ഷെ എനിക്ക് ഇന്നൊരാഗ്രഹം തോന്നിയപ്പോൾ അത് ഉണ്ടാക്കണമല്ലോ. ഞാൻ അങ്ങനെ വെജിറ്റബിൾ ദം ബിരിയാണി ഉണ്ടാക്കി. സൂപ്പറായിരുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ചേരം ഇരുന്ന് ലൂസിഫർ കണ്ടു. ലൂസിഫർ എന്ന് കാണാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇന്ന് വൈകുന്നേരം 7 മണിയുടെ ഷോ ഞാൻ എമ്പുരാന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെയാണ് പോകുന്നത്. ഞാൻ കുറച്ച് കാര്യമായിട്ടൊന്ന് റെഡി ആയിട്ട്, എനിക്കിങ്ങനെ ഇടയ്ക്ക് കാര്യമായി റെഡി ആവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ദിവസമായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട്. നല്ല പ്രതീക്ഷയോടെയാണ് പോകുന്നത്. എനിക്കൊരു ഹാഫ് ആൻ അവർ നടക്കാനുണ്ട് തിയേറ്ററിലേക്ക്. പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഭയങ്കര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എമ്പുരാൻ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്രില്യൻ്റ്ലി ക്രാഫ്റ്റഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു എൻഗേജിങ് സ്റ്റോറി ലൈൻ ആയിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇപ്പം കിട്ടുന്നതിനേക്കാൾ അപ്രിസിയേഷൻ ഇത് ഡിസേർവ് ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ വീട്ടിൽ വന്നു, മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മേലൊക്കെ കഴുകി നമ്മൾ ബിരിയാണി തന്നെ വീണ്ടും കഴിച്ചു. അതിനുശേഷം 12:50 ആയിരുന്നു ടൈം. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ 2 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഡേ ലൈറ്റ് സേവിങ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 12:59 ശേഷം 1 o'clock ആവുന്നതിന് മുമ്പ് 2 മണിയായി. ഇനി ഇന്ത്യയും യുകെയും തമ്മിൽ 4.5 മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസേ ഉള്ളൂ, വിച്ച് ഇസ് സംതിങ് ഐ എം റിയലി ഹാപ്പി അബൌട്ട്. അങ്ങനെ കഥ പറഞ്ഞ സമയം മൊത്തം പോയി. അപ്പം ഞാൻ പോയി കിടന്നിറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.